കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. റബ്ബറിന് പകരം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരമായി. നട്ട് 3-ാം വർഷം മുതൽ ആദായം 100 വർഷം വരെ വിളവ് ലഭിക്കും. അപ്പോൾ റബ്ബർ കൃഷി എല്ലാവരും നഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റ് ഏത് കൃഷി ചെയ്യാം എന്നാണ് പലരും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഓരോ കൃഷികൾ വരുന്നത്. പലരും പല കൃഷികളിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. കിഴക്കൻ മലയിൽ നിന്നും ഇനി ഭക്ഷ്യ എണ്ണയായ പാം ഓയിലിൻ്റെ വിളവെടുപ്പ് നടക്കും. റബ്ബർ വെട്ടിമാറ്റി പലരും ഈ കൃഷിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. നട്ട് 3-ാം വർഷം മുതൽ ആദായം. ഒക്ടോബർ മാസത്തിലാണ് വിളവെടുക്കുന്നത്. വലിയ ലാഭം. വിളവെടുപ്പ് തുടങ്ങിയാൽ 100 വർഷത്തിലധികം കാലം വിളവ് ലഭിക്കും. പന വലുതാകുന്നതോടെ മറ്റ് ഇടവിളകളും കൃഷി ചെയ്യാൻ സാധിക്കും. റബ്ബറിനോളം കൂലിച്ചെലവുകളോ വളപ്രയോഗവും വേണ്ടാത്ത എണ്ണപ്പന ആദായകരം തന്നെയാണെന്നാണ് കർഷകർ പറയുന്നത്. മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എണ്ണപ്പന കൃഷിയുള്ളത്. പലരും റബ്ബറിൽ നിന്നും പല കൃഷിയിലോട്ട് മാറുന്നെങ്കിലും ഏറ്റവും നല്ല കൃഷി എന്ന് പറയുന്നത് റബ്ബർ കൃഷി തന്നെയാണ്. അപ്പോൾ റബ്ബർ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ദിവസം ആദായം കിട്ടുന്നതാണ്. എല്ലാ ദിവസവും നമുക്ക് രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ആദായം കിട്ടും. അതേപോലെ ദിവസേന ആദായം തരുന്ന വേറൊരു കൃഷി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പോലും ആൾക്കാർ അത് ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ പല കൃഷിയിലോട്ട് പോയിട്ടും വളരെ നഷ്ടത്തിലായിട്ട് തിരിച്ച് വീണ്ടും റബ്ബറിലോട്ട് വന്നവരാണ് കേരളത്തിലെ പല കർഷകരും. അപ്പോൾ എന്തുകൊണ്ടും നേട്ടം റബ്ബർ തന്നെയാണ്. അപ്പോൾ റബ്ബർ കൃഷി ആരും ഉപേക്ഷിക്കരുത്. കേരളത്തിലെ കാർഷിക വിളകളുടെ വിലയും വാർത്തയും അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.